ഹലോ വാട്സപ്പ് ഗേസ്, നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് കുറച്ച് ഇമോട്ടർ ഓയിലും അതേപോലെ തന്നെ വേറെ കുറച്ച് ഇമോൺസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഗേസ് നമുക്ക് കുറച്ച് ഓൾഡ് ആയിട്ടുള്ള ഇമോൺസും കാര്യങ്ങളൊക്കെ റിട്ടേൺ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇമോട്ടിൻ്റെ ലിക്സൊക്കെ നമുക്ക് നോക്കാം. അതിന് മുമ്പേയാണ് നമുക്ക് നമ്മുടെ ഗോൾഡൻ ക്രിമിനൽ വന്നപ്പോൾ അതിൻ്റെ ടീം ബേസ് ആയിട്ടൊരു ഒരു ഫെയ്ഡഡ് പീരിയഡ് വരുന്നുണ്ട്. ഈവൻ്റ് ഡേറ്റ് എന്ന് വെച്ചാൽ നാളെയാണ്. നാളെ ജൂലൈ ആണ്. ഇന്ന് അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇത് സർഫ് ബോർഡാണ്. നമുക്ക് ടീമായിട്ട് മൾട്ടിപ്ലെയർ ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്കൈലിംഗ് വീട് അല്ലെങ്കിൽ സർഫ് ബോർഡാണ്. ഇതൊരു ഗോൾഡൻ ക്രിമിനൽ വേസ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് എന്തായാലും കിട്ടത്തുള്ളൂ, എന്നാലും കരിയാണ് തരത്തുള്ളൂ. അപ്പോൾ ഇതാണ് അങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ മാക്സിമം പോയാലും ഒരു 1000, 1200 ആ റേഞ്ച് ഡയമണ്ട് പൊട്ടും ഉറപ്പാണ്. അപ്പോൾ മെയിൻ റിവാർഡായിട്ട് വരുന്നത് ഈ സാധനമാണ്. ഈ സ്കൈലിങ്ങിൻ്റെ ഒരു സാധനമാണ് വരുന്നത്. സെക്കൻഡ് മെയിൻ റിവാർഡായിട്ട് വരുന്നത് ഒരു ബാക്കിൻ്റെ സ്കിന്നാണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്കിന്നാണ്. നമുക്ക് ലീക്സ് ഇട്ട് നാളെ വരും എന്നാണ്. എത്രത്തോളം ഉറപ്പുണ്ടെന്ന് അറിയത്തില്ല. നാളെ തന്നെ വരണം. നമുക്ക് ലീക്സ് ഇട്ടിയതാണ്. അപ്പോൾ ഇതാണ് ആ ഒരു ഇത്. അപ്പോൾ ഇതാണ് നമ്മുടെ വേറെ ഒരു ഇമോട്ട് ഇവൻ്റെന്ന് വെച്ചാൽ ഇതെന്ന് വെച്ചാൽ നമുക്കൊരു ഇമോട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്, ഒരു ജനറേറ്റും ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു മ്യൂസിക് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്, ഒരു ആൽബം അങ്ങനെയാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഫ്രീ ആയിട്ടെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു മ്യൂസിക്കിൻ്റെ സാധനം കിട്ടണമെങ്കിൽ നമ്മളൊരു 10 CS-ലോ BR-ലോ ഒരു 10 എനിമീസിന് കില്ലിട്ടാൽ നമുക്ക് കിട്ടും. സെക്കൻഡ് റിവാർഡെന്ന് വെച്ചാൽ ഒരു ജനറേറ്റാണ്. അത് നമ്മൾ CS-ഓ BR-ഓ നമുക്കൊരു 50 എനിമീസിന് കില്ലിട്ടാൽ നമുക്ക് കിട്ടും. നമുക്ക് മെയിൻ റിവാർഡായിട്ട് ഇടുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഇമോട്ടാണ്. ഈ ഒരു ഇമോട്ട് കിട്ടണമെങ്കിൽ നമുക്കൊരു CS-ഓ BR-ഓ നമുക്കൊരു 100 എനിമീസിനെ കില്ലിട്ടണം. അതേപോലെ തന്നെ ഒരു 50 വട്ടം കളിക്കാൻ വേണം ഏതെങ്കിലും. അപ്പോൾ ഒരു മാസം കാണുമായിരിക്കും ഈ ഒരു ഇവൻ്റ് ഉറപ്പായിട്ടും. ഈവൻ്റ് ഡേറ്റ് എന്ന് വെച്ചാൽ ജൂലൈ 8 നമുക്ക് ചൊവ്വാഴ്ചയാണ് ഈ ഒരു ഇവൻറ്റിൻ്റെ ഈവൻറ്റ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഇവൻ്റാണ്, കുഴപ്പമില്ലാത്ത ഇവൻ്റാണ്. ഇമോട്ട്സ് ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് നല്ലൊരു ഇവൻ്റാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിനായിട്ട് ഇമോട്ട് റോയിലേക്ക്. അപ്പോൾ ഇതിൽ മെയിൻ റിവാർഡെന്ന് വെച്ചാൽ ഈ ഒരു പുതുതായിട്ട് വന്നൊരു ഇമോട്ടാണ് ഈ റെയിനിങ് കോയിൻസൊക്കെ. നല്ലൊരു ഇമോട്ടാണ്. ഇപ്പോൾ ഈ ഇമോട്ട് എടുക്കണമെങ്കിൽ നല്ലൊരു ഡയമണ്ടിനെ പൊട്ടുന്നതാണ്. ചിലപ്പോൾ ഈ 4 ഇമോട്ട്സും ഇല്ലാത്തവർക്ക് ഏതെങ്കിലും 50 സ്പിൻ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒന്നേ അടിക്കത്തുള്ളൂ. ഇതെന്തായാലും നല്ല താമസിച്ചേ കിട്ടത്തുള്ളൂ. ലക്കുള്ളവർക്ക് മാത്രം ഫസ്റ്റ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഫസ്റ്റിനൊരു 50 സ്പിൻ ചെയ്തപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഗ്രാൻഡ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ സെക്കൻഡ് എന്ന് വെച്ചാൽ ഈ ഫ്ലവേഴ്സ് ഓഫ് ലവ്. ഇത് പണ്ടത്തെ ഒരു ഇമോട്ടാണ്. ഇതിപ്പോഴാണ് ഇത് റിട്ടേൺ വന്നത്. അപ്പോൾ ഇതും നല്ലൊരു ഇമോട്ടാണ്. ഇത് പണ്ടത്തെ ഇത്തിരി റെയറായിട്ടൊക്കെ നല്ല എമൗണ്ടാണ് ഈ ഒരു ഫ്ലവേഴ്സ് ഓഫ് ലവ്. ഇതും കൊള്ളാമെന്നുള്ള ഇമോട്ടാണ്. സെക്കൻഡ് ഈ ഒരു ഇമോട്ടാണ്. ഇതും റിട്ടേൺ വന്ന ഇമോട്ടാണ്. ഇതും ഓൾഡ് ആയിട്ടുള്ള ഒരു ഇമോട്ടാണ്. അപ്പോൾ ഈ ഇമോട്ടും റിട്ടേൺ വന്നതാണ്. ഈ ഇമോട്ട് എടുക്കണമെങ്കിൽ നല്ലൊരു കിട്ടുമായിരിക്കണം. ഈ ഇമോട്ട് എൻ്റെ കയ്യിലുണ്ട്. ഇത് ഓൾഡ് പ്ലേസിനൊക്കെ അറിയാം ഈ ഇമോട്ട് കിട്ടണതാണ്. എനിക്ക് കിട്ടിയിട്ടുള്ളതാണ്. ഇവൻ്റ് കംപ്ലീറ്റ് ചെയ്തപ്പോഴാണ് കിട്ടിയ ഈ ഇമോട്ട്, ലാസ്റ്റത്തെ ആ ഒരു ഇമോട്ട്. പിന്നെ ഇത് മെയിൻ റിവാർഡായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഈ ഒരു റെയിനിങ് ഓഫ് കോയിൻസ്. അതാണ് ഇമോട്ടിൻ്റെ പേര്. ഈ ഇമോട്ടാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഇവൻ്റ് വരുന്നതെന്ന് വെച്ചാൽ ഡേറ്റ് എന്ന് വെച്ചാൽ 9 ജൂലൈയാണ്. 9 തീയതിയാണ് വരുന്നതെന്നാണ് പറയുന്നത്, ജൂലൈയിൽ. അപ്പോൾ എത്രത്തോളം വരുമെന്ന് എനിക്ക് ഉറപ്പില്ല ഗൈസ്. എന്ന് വെച്ചാൽ ലീക്സ് കിട്ടിയതാണ് നമ്മളെടുത്ത് ഇടുന്നത്. അപ്പോൾ 9 തീയതി വരുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് 9 തീയതി വരുമായിരിക്കും ഗൈസ്. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ടൊരു ഇവൻ്റാണ്. നമ്മുടെ ടോക്കൺ മീൽ വരുന്ന നമ്മുടെ ബണ്ണി ബണ്ടിൽ. അപ്പോൾ 2 ടൈപ്സ് ഓഫ് ബണ്ണി ബണ്ടിലാണ് ഇപ്രാവശ്യം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊന്നും കൺഫേം ആയിട്ടില്ല, പക്ഷേ സാധനം വരുന്ന കൺഫേംഡ് ആണ്. അപ്പോൾ 2 ടീമായിട്ടുള്ള ഒരു ബണ്ണി ബണ്ടിലുണ്ട്. ഒന്ന് ബണ്ണി ഹെഡ്മാൻ ബണ്ടിൽ, അങ്ങനെയാണ് ഈ ഒരു ബണ്ടിൻ്റെ യെല്ലോ ബണ്ടിലിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ. അപ്പോൾ നമ്മളെ മറ്റേ ബണ്ടിലുണ്ടല്ലോ ബ്ലൂ ബണ്ടിലിൻ്റെ, അത് ബ്ലൂ ബണ്ടിൽ ബണ്ണി ബണ്ടിൽ എന്നാണ് അതിൻ്റെ പേര്. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ മാറ്റം വന്നേക്കാം. അപ്പോൾ ഇതും നല്ലൊരു ഡയമണ്ട് പൊട്ടുന്നതാണ് എനിക്ക് തോന്നുന്നു. നല്ലൊരു ഡയമണ്ട് പൊട്ടും ഇത് സാധനം എടുക്കണമെങ്കിൽ. ഇതിപ്പോൾ ഫൈനലി സംഭവം വന്നിട്ടില്ല, മീൻസ് ഇതിപ്പോൾ കൺഫേംഡ് ആയിട്ടില്ല, ഡേറ്റ് ഒന്നും കൺഫേം ആയിട്ടില്ല. അപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ലീക്സും ഇവൻറ്റ്സിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ.